പശ്ചിമ ബംഗാളിൽ ഭരണം മാറിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രക്രിയകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു കാര്യം, കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ രംഗത്തെത്തി പശു അമ്മയാണ് എന്നതിൽ ഒരു പ്രഖ്യാപനം നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ബക്രീദ് നമസ്കാരം കഴിഞ്ഞ് അവർ ന്യൂഡൽഹിയിൽ ഒത്തുകൂടി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തിയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളുടെ ഊഴമാണ്. പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശുമായി ബോർഡർ പങ്കിടുന്ന പശ്ചിമ ബംഗാളിലുള്ള ഹിന്ദു കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അവിടെ നിന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആരും പറയാതെ തന്നെ BSF യാതൊരുവിധ സമ്മർദ്ദവും ചെലുത്താതെ തന്നെ ഇവർ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഒഴിഞ്ഞു പോകുന്നതിനൊരു കാരണമുണ്ട്. അതായത് ഇവർ സ്വമേധയാ അവിടെയുള്ള ഭൂമി BSFന് കൈമാറുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Along the India-Bangladesh border, several Hindu families living in border areas are voluntarily donating land to support the fencing project എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Helping speed up its completion where land acquisition has faced delays. അതായത് ഭൂമി വിട്ടു നൽകുക എന്നുള്ള, അതായത് ഭൂമി ഏറ്റെടുക്കുക, ഈ വേലി കെട്ടാനായി ഭൂമി ഏറ്റെടുക്കുക എന്നുള്ള ആ ഒരു വലിയ പ്രക്രിയയ്ക്ക് ഒരു കാലതാമസവും വരാനായി ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാളിലെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിലുള്ള ഹിന്ദു കുടുംബങ്ങൾ BSFനോട് പറഞ്ഞ് അവരുടെ ഭൂമി അവർക്ക് കൊടുത്ത് അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. Many Hindu residents say it's a contribution towards strengthening India's security and national interest എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേശീയതയിൽ യാതൊരുവിധ കുറവുമില്ല, ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ പുരോഗതിയും രാഷ്ട്രത്തിന്റെ ഇൻട്രസ്റ്റുമാണ് ഏറ്റവും വലുതെന്നാണ് ഇവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.